സ്വീകരിക്കപ്പെട്ട ഒരു സദസ്സ് ഒരുപക്ഷേ ചിലരെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. വിപുലമായ സൗകര്യങ്ങളും നിങ്ങളൊരു പക്ഷേ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. ഈ പരിമിതമായ സൗകര്യങ്ങളെ ഉൾക്കൊണ്ട് ക്ഷമാപൂർവം 2 ദിവസം പൂർണ്ണമായി ഇവിടെ നിന്ന് കിട്ടിയ വളരെ മനോഹരമായ സദ്യകൾ, ഞാൻ ഉദ്ദേശിച്ചത് വിജ്ഞാനങ്ങൾ എന്നാണ്, സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നതിന്, ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ അധികം കൃതജ്ഞത അറിയുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു വേദി SSF സംഘടിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 ദിവസം എന്തിനിങ്ങനെ സാഹസപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചു എന്ന് ഈ 3 ദിവസമായി ഈ വേദിയിൽ വെച്ച് നടന്ന ചർച്ചകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അവരായിരിക്കാം ഈ വേദിയിൽ നിന്ന് കുറച്ചു നേരത്തെ ഇറങ്ങിപ്പോയവർ. ചിലരെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടാണ്, മറ്റു ചിലർക്കെങ്കിലും ഇത് അസഖ്യമായിട്ടാണ് എന്ന് നമുക്കറിയാം. എല്ലാ നല്ല കാര്യവും എല്ലാ കാലത്തും എല്ലാവർക്കും അങ്ങനെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നത് സംഘാടകരായ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യബോധമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അശേഷം അതിൽ സങ്കടങ്ങളില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും ഇത് സ്വീകാര്യമാവണം എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് ക്ഷണിച്ചത്. ഇത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി ഈ സംവിധാനങ്ങളൊക്കെയും ഒരുക്കിയത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷം തോന്നുന്നു. ഏതാണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള, ഞങ്ങൾ തയ്യാറാക്കിയതുപോലെയുള്ള പദ്ധതികളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. SSFനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും വിശദമായി ഞങ്ങൾ പഠിപ്പിക്കേണ്ടതോ പറഞ്ഞു തരേണ്ടതോ ആവശ്യമില്ല. അത്രയും വിശദമായി ഈ 3 ദിവസം നിങ്ങൾ SSFനെ പരിചയപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വിശ്വാസികളായ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ ഈ വേദിയിലുണ്ട്. വളരെ വിരളമായി മുസ്ലിം മതവിശ്വാസികളല്ലാത്തവരും ഈ സദസ്സിലുണ്ട്. അവരെ സംബന്ധിച്ചും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സുതാര്യമായി, സത്യസന്ധമായി സംഘടനയെയും SSFനെയും SSFന്റെ ആശയങ്ങളെയും ഇസ്ലാമിനെയും അവർക്ക് മനസ്സിലാവണം എന്ന് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസി സുഹൃത്തുക്കളോട് വിശേഷിച്ചും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 3 ദിവസത്തെ വ്യത്യസ്ത സെഷനുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്ലാം എന്ന ജീവിത വ്യവസ്ഥ അത് അതിന്റെ ഓരോ വിശ്വാസികളോടും വളരെ ആഴത്തിൽ അതിന്റെ കടപ്പാടുകളെക്കുറിച്ച്, ബാധ്യതകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാണ്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുക എന്നിടത്ത് അവസാനിക്കുന്നതല്ല. വിശ്വസിക്കുക എന്നതിൽ നിന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ സർവവും ഇസ്ലാമികമായി ക്രമീകരിക്കുക, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രക്ഷാശിക്ഷയുടെ ഒരു ലോകം വരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. അതിൽ നിങ്ങൾ എവിടെയായിരിക്കണം, അതാണ് തൊട്ടുമുമ്പ് നടന്ന സെഷനിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഈ സെഷനുകൾ ആരംഭിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു ജീവിതയാത്രയിലാണെന്നും നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പലതരം കവലകൾ പ്രത്യക്ഷപ്പെടുമെന്നും ആ കവലകളിൽ നിന്ന് ഒരു ശരിയായ വഴി തിരഞ്ഞെടുക്കാനുള്ള വിശേഷബുദ്ധി സർവശക്തൻ, സർവലോക സ്രഷ്ടാവ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്നും അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലയിടങ്ങളിലും വെച്ച് നമുക്ക് പതറലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും എങ്കിലും വിശേഷബുദ്ധി കൊണ്ട് ശരിയായ വഴി മാത്രം തിരഞ്ഞെടുത്ത് ഒടുവിൽ നിങ്ങൾ ആ വഴിയിലൂടെ എത്തിച്ചേരുന്നത് തൊട്ടു മുമ്പ് നടന്ന സെഷൻ സ്വർഗത്തിലേക്കാണ് എന്നുമാണ് ഈ ക്യാമ്പിലുടനീളം
നിങ്ങളെ ധരിപ്പിച്ചത്. അതിനിടയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള സാമൂഹ്യമായ ബാധ്യതകൾ, രാഷ്ട്രീയമായ ബാധ്യതകൾ, അത് നമ്മുടെ മതപരമായ ബാധ്യതയാണ് എന്നാണ് ബോധിപ്പിച്ചത്. ഒരു വിശ്വാസിയുടെ രാഷ്ട്രീയം മതമാണ്, ഒരു വിശ്വാസിയുടെ സാമൂഹ്യപരമായ ഇടപെടൽ മതമാണ്, അവന്റെ സർവവും അതെല്ലാം ഇബാദത്താണ്, എല്ലാം ഇബാദത്താണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ സ്വാഭാവികമായും കയറി വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് മതം, രാഷ്ട്രീയം, തീവ്രവാദം, ഫാഷിസം എന്ന ചർച്ച ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. മതരാഷ്ട്രീയം എന്നത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ശരിയായി പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ആ സെഷൻ ഇവിടെ അവതരിപ്പിക്കേണ്ടി വന്നത്. മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രം സ്ഥാപിക്കലല്ല മതരാഷ്ട്രീയം. ആ മതരാഷ്ട്രീയമല്ല ഇസ്ലാമിന്റെ അകത്തുള്ള രാഷ്ട്രീയം. പിന്നെ എന്താണ്? രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെടുക. ഈ രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളുടനീളം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഇസ്ലാമാണ്. ആ രാഷ്ട്രീയമാണ് SSFന്റെ ഇസ്ലാം. ആ രാഷ്ട്രീയമാണ് SSFന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വീണ് കിടക്കുന്ന ഒരാൾക്ക് ഒരു കൈ കൊടുക്കുന്ന ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയം ഇസ്ലാമിക പ്രവർത്തനമാണെന്നും ആ ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്നുമാണ്. അത് ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ കർമ്മശേഷിയുടെ പ്രയോഗത്തിന്റെ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രക്ഷാശിക്ഷകളുടെ, അതിലൂടെയുള്ള ഒടുവിലത്തെ നമ്മുടെ നിർണായകമായ തീരുമാനങ്ങളുടെ ഒരു കാരണമാണ് എന്നാണ് ഈ പറയപ്പെട്ടതിന്റെ താല്പര്യം. അങ്ങനെയെങ്കിൽ ആ ബാധ്യത നമുക്കുടനീളമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും അതിൽ നിന്ന് വ്യത്യസ്തരല്ല. നമ്മൾ ആരും ആ ബാധ്യതയിൽ നിന്ന് ഒരു കാരണവശാലും മോചിതരല്ല. നമുക്കതിന് ദീർഘമായ ഗവേഷണം നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ചെറിയൊരു ചരിത്രബോധം മാത്രം ഉണ്ടായാൽ മതിയാവും. ഇസ്ലാം എങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്, നമ്മളൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിനെ സ്വീകരിച്ചത് എന്ന് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ. ഇസ്ലാം ഇവിടെ ഉണ്ടായ മതമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അത് അറേബ്യയിലാണ്. മരുഭൂമി, ചുറ്റും മരുഭൂമി, ഏറ്റവും ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളുള്ള അറേബ്യയിലാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. വിശേഷിച്ചും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. വളരെ ശരിയായി നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ, പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോടും തെറ്റിദ്ധരിച്ചവരോടും ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. എങ്ങനെയായിരുന്നു അറേബ്യയിലെ ആദ്യത്തെ പ്രവർത്തനം? ശരിയായ ഒരു പ്രബോധകൻ അവിടെ കൃത്യമായ പാഠങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടന പ്രഭാഷണത്തിൽ വന്നിരായ AP ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അൽ അമീൻ, എല്ലാ അർത്ഥത്തിലുമുള്ള സത്യസന്ധൻ. അതിനേക്കാൾ വിശേഷപ്പെട്ട ഒരു സത്യസന്ധൻ അറേബ്യയിലുടനീളമില്ല. ശത്രുക്കൾക്ക് പോലും സ്വീകാര്യനായ സത്യസന്ധൻ. എല്ലാവരും എതിർക്കുമ്പോഴും പരാതി ബോധിപ്പിക്കാൻ റോമാ സാമ്രാജ്യത്തിന്റെ മുന്നിലേക്ക് അബൂ സുഫിയാൻ എന്ന ശത്രു ചെല്ലുമ്പോഴും ആ ശത്രുവിനും പറയാനുള്ളത് അൽ അമീൻ, സത്യസന്ധൻ. അതിന്റെ അടിയിൽ എനിക്ക് ഒപ്പുചാർത്താതെ നിവൃത്തിയില്ല എന്നാണ്. ഞാൻ എല്ലാം പറയാം, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പരാതി ബോധിപ്പിക്കാനുണ്ട്, എങ്കിലും അദ്ദേഹം സത്യം പറയുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും നട്ടാൽ മുളയ്ക്കാത്ത നുണ അതാണ് എന്നാണ് അദ്ദേഹത്തിന് ബോധ്യമാവുന്നത്, ശത്രുവായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും. അപ്പോ നബിതങ്ങൾ ആദ്യമായി ഒരു മലയുടെ മുകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു, ഗോത്രമുഖ്യരെ മുഴുവനും ക്ഷണിക്കുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവരോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരട്ടെ. ഈ മലയടിവാരത്തിൽ നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രുദളം സർവ്വസന്നാഹങ്ങളോടെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. അവരുടനീളം ഒന്നടങ്കം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. ഒരിക്കൽ പോലും കളവ് പറയാത്ത അങ്ങ് എന്തിന് ഇങ്ങനെ ഒരു കളവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം? നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ അങ്ങനെ പറയൂ. അങ്ങനെ ഒരു ശത്രു സൈന്യമുണ്ടോ? അവർ ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി സന്നാഹങ്ങളോടെ കാത്തിരിപ്പുണ്ടോ? പറഞ്ഞാലും. അപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഒരു ശത്രു സൈന്യത്തെക്കുറിച്ച് അല്ല, അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അള്ളാഹു, അവന്റെ പ്രവാചകൻ, അവരെല്ലാവരും ഒന്നടങ്കം അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചില്ല. അവർക്ക് ആ സമയം വരെയും സ്വീകാര്യനായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നിമിഷം മുതൽ അവർക്ക് അസ്വീകാര്യനായി. രംഗം കലുഷിതമായി, പ്രക്ഷുബ്ധമായി. ഇതിനാണോ ക്ഷണിച്ചു വരുത്തിയത്?
എന്നതിൽ നിന്ന് തുടങ്ങി ഏറ്റവും മൂർത്തമായ, ഏറ്റവും മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധിക്ഷേപിച്ചു, അവമതിച്ചു. ഇവിടെ നിന്നാണ് ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നത്. ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നത് വിരിച്ചു വെച്ച ചുവന്ന പരവതാനിയിലൂടെയുള്ള സ്വീകാര്യത്തിലൂടെയല്ല, തിരസ്കാരത്തിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം ഈ സത്യം പറയുന്ന സമയത്ത് അവരെ പൂവിട്ട് ആനയിക്കുകയല്ല, സ്വീകരിക്കുകയല്ല ചെയ്തത്, അധിക്ഷേപിക്കുകയായിരുന്നു. അവരുടെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയുള്ള അവമതിയുടെ വാക്കുകൾ അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, ഇസ്ലാമിക പ്രബോധനം എത്ര കാലം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രയും കാലം ഇസ്ലാമിനെ മാത്രമല്ല, ആ ഇസ്ലാമിന്റെ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവമതിക്കപ്പെടുകയും ക്രൂരമായി അപഹസിക്കപ്പെടുകയും പിന്നെ മോശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങാനുള്ളത്. അവമതിക്കപ്പെടുമ്പോഴും അപഹസിക്കപ്പെടുമ്പോഴും പിന്നെ അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോഴും എങ്ങനെയാണ് അതിനെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ മറികടന്നത്, അതിനെ പ്രതിരോധിച്ചത്, അതിനെ നേരിട്ടത് എന്നത് ഈ കാലത്തും നമ്മൾ പഠിക്കേണ്ടതാണ്. അതേ പോംവഴിയല്ലാതെ മറ്റൊരു സൂത്രം നമ്മുടെ മുമ്പിലില്ല. ഇസ്ലാമിക പ്രബോധനത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതല്ലാത്ത ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ആ മാർഗങ്ങളെ തന്നെയാണ് പുതിയ കാലത്തും നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. അതുതന്നെയാണ് നമ്മൾ വീണ്ടും പ്രയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതിന്റെ താല്പര്യം ഇതാണ്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന്, ഏറ്റവും ക്രൂരമായ അപഹാസ്യങ്ങളിൽ നിന്ന്, ഏറ്റവും വലിയ ശത്രുതയിൽ നിന്ന്, തുല്യതയില്ലാത്ത വണ്ണമുള്ള അപഹാസ്യങ്ങളിൽ നിന്ന്, അവിടെ നിന്നാണ് ഇസ്ലാം ഈ ലോകത്തുടനീളം എത്തുന്നത്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയേ, അവിടെ അല്ലാഹുവിന്റെ റസൂൽ നേർക്കുനേരെ കാണുന്ന സന്ദർഭമുണ്ട്. ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ അവരെ പൂർണ്ണ നഗ്നരാക്കിയിരിക്കുന്നു. എന്നിട്ട് അവരെ മരുഭൂമിയിലൂടെ വലിച്ചിഴയ്ക്കുന്നു. അവരുടെ നഗ്നമായ നാഭിയിലേക്ക് മൂർച്ചയുള്ള ഇരുമ്പ് ദണ്ട് ചുട്ട് പഴുപ്പിച്ച് സ്വർണവർണ്ണമാക്കി അത് നാഭിയിലേക്ക് കുത്തിയിറക്കുന്നു. മനുഷ്യഗന്ധം പുകച്ചുരുളുകളായി വാനിലേക്ക് ഉയരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചപ്പുറത്ത് ഇതുണ്ട്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മരുഭൂമിയിലൂടെ വലിച്ചയക്കുന്നു. ക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു. ചാട്ടവാർ പ്രയോഗങ്ങൾ നടത്തുന്നു. ഭാരമുള്ള കല്ലുകൾ നെഞ്ചത്ത് കയറ്റിവെക്കുന്നു. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും പ്രിയങ്കരനായ ഹബീബ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശ്വാസിയായതിന്റെ പേരിൽ മാത്രം ചെരുപ്പിൽ മെതിയടിയിൽ ആണി അടിച്ചു കയറ്റി രണ്ട് ചെകിടിലും രണ്ടും കവിളിലും ആഞ്ഞാഞ്ഞു പ്രഹരിക്കുന്നു. ബോധക്ഷയം വന്ന് വീണ് കിടക്കുന്നു. 3 ദിവസത്തിന് ശേഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം ലഭിക്കുന്നു. ഇനിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവരെ ക്രൂരമായി അവരെ പുറത്താക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. മദീനയിൽ അവിടെ വെച്ച് പിന്നെ ഇസ്ലാം വളർന്ന് തിടം വെച്ച് അത് ശക്തിയാർജിച്ച് അതിരുകൾ മാറ്റിവരച്ച് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം എത്തുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിൽ വായിക്കുന്നത്. എങ്ങനെയാണ് ഇസ്ലാം ഇന്ത്യയിലെത്തിയത് എന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മുസ്ലിമായി എന്ന് നിങ്ങളൊരു ആത്മവിചാരത്തിന് സന്നദ്ധമായി നോക്കിയേ. സുഗമമായ വഴിയിലൂടെ അല്ല. ഏറ്റവും ചുരുങ്ങിയത് അറബിക്കടൽ മുറിച്ചു കടന്ന് വേണം നമ്മുടെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇസ്ലാം വരാൻ. അറബിക്കടൽ മുറിച്ചുള്ള ഒരു യാത്ര അത്ര സുഗമമായ യാത്രയല്ല. പഴയ കാലത്തെ പത്തേമാരികളിലൂടെ, പായക്കപ്പലുകളിലൂടെ ഇങ്ങോട്ട് സഞ്ചരിക്കുക എന്നത് ഒരു പ്രശ്നമാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം എത്തിയെങ്കിൽ അവിടെ ഏത് ഭാഷ സംസാരിക്കുന്നവരാണ്, അവിടെ ആരാണ് സ്വീകരിക്കാനുള്ളത്, അവിടെ ആര് ഭരിക്കുന്നു, അവിടുത്തെ പരിസ്ഥിതി എന്താണ്, അവിടുത്തെ സാഹചര്യം എന്താണ്, അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം എന്താണ്, ഇതൊന്നും അറിയാതെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അറേബ്യയിൽ നിന്ന് ചെറിയ യാത്രാ സംഘങ്ങളായി അവർ പുറപ്പെടുന്നു. പുറപ്പാട്, യാത്ര എളുപ്പമായ ഒരു കാര്യമല്ല. ഇന്നും നമുക്ക് യാത്ര, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്തതും ഇനി യാത്ര പോവാനിരിക്കുന്നത് പോലും നമുക്കൊരു എളുപ്പമായതല്ല. എങ്കിൽ യാത്രാപഥങ്ങൾ സുഗമമാവാത്ത ഒരു കാലത്ത്, യാത്രാവാഹനങ്ങൾ സുരക്ഷിതമാവാത്ത ഒരു കാലത്ത്, നാടറിയാത്ത ദിക്കറിയാത്ത കാലത്ത്, ഏതിലൂടെ സഞ്ചരിക്കണമെന്നറിയാത്ത കാലത്ത്
എങ്ങനെയായിരിക്കും അവർ യാത്ര പോയിട്ടുണ്ടായിരിക്കുക? ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത്, കാൽനടയായി, പായക്കപ്പലിലേറി, മരുഭൂമികൾ മുറിച്ചു കടന്ന്, ദീർഘദൂരം യാത്ര ചെയ്ത്, നടന്ന് ഈ പൊരിവെയിലത്ത് അവർ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ തളർന്നു വീണു, തൊണ്ട പൊട്ടി മരിച്ചു. അങ്ങനെ എത്ര പേർ മരുഭൂമിയിൽ വിസ്മൃതിയിൽ ആഴ്ത്തപ്പെട്ടുവെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എപ്പോഴും ചരിത്രം അതിജയിച്ചവരുടേതാണ്. എത്തിയവരെക്കുറിച്ച് നമുക്കറിയാം, പുറപ്പെട്ടവരെക്കുറിച്ച് നമുക്കറിയില്ല. അങ്ങനെ മരുഭൂമികളിലൂടെ മുറിച്ചു കടന്ന് സമതലങ്ങൾ താണ്ടി ലോകത്തിന്റെ വ്യത്യസ്ത കരകളിലേക്ക് ഇസ്ലാമിക പ്രബോധനാർത്ഥം അവർ ഇറങ്ങി പുറപ്പെട്ടു. ഇനിയുമുണ്ട് അതിന്റെ പിറകിൽ സാഹസം. ഇത്തരാണ് ആ സമയത്ത് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുന്നു ശത്രുക്കൾ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിശ്വാസത്തെ കുടിയിറക്കി വിടണം എന്നല്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവിടെ ഏറ്റവും മഹോന്നതമായ സ്ഥാനം അലങ്കരിച്ച് നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കുടിയിറക്കി വിടണമെന്നോ അല്ല. അത് പിന്നെയുമുള്ള ചർച്ചയാണ്. ആ സ്ഥാനത്ത്, നിങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഈ സ്ഥാനത്ത് നിങ്ങളുടെ പ്രവാചകനെ നിങ്ങളൊന്ന് പുനഃപ്രതിഷ്ഠിച്ചു നോക്കൂ. ഇത്രമാത്രം മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ശോഭനമാക്കാൻ ഒരേ ഒരു വഴിയുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനെ സങ്കല്പിക്കുക. നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഒരു ആനയെ സങ്കല്പിക്കൂ. നിങ്ങൾ തലകുലുക്കി ഞങ്ങൾ ആനയെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞു. പകരം നിങ്ങൾ സങ്കല്പിച്ചത് ഒരു പൂച്ചയെയാണ്, അല്ലെങ്കിൽ ഒരു മുയലിനെയാണ്. ഞാൻ അറിയാൻ പോകുന്നില്ല ആനയെയാണോ ഉറുമ്പിനെയാണോ നിങ്ങൾ സങ്കല്പിച്ചത് എന്ന് എനിക്ക് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഇത്രയേ വേണ്ടുള്ളൂ. അതെ, ഞങ്ങൾ സങ്കല്പിച്ചു എന്ന് തലകുലിക്കാൻ മാത്രം മതി. പക്ഷേ അവർ പ്രതികരിച്ചത് അങ്ങനെയായിരുന്നില്ല. എന്റെ സ്ഥാനത്ത് എന്റെ പ്രവാചകനെ എനിക്ക് സങ്കല്പിക്കുക അചിന്തനീയം. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ സുരക്ഷിതരാണ്. ആ നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. എന്നിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അവർ മുറിച്ചെടുത്തു മാറ്റി. പിന്നെയും അവർ ചോദിച്ചു, രക്ഷപ്പെടണോ? ഇങ്ങനെ ഒരു ഉപാധിയുണ്ട്. ഇഞ്ചിഞ്ചായി അവർ മരണം വരിച്ചു. കാര്യം എന്തായിരുന്നു? ഹബീബിനോടുള്ള സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹത്തിന്റെ പ്രകടനം നോക്കൂ നിങ്ങൾ. മനസ്സിൽ പോലും മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിശ്വാസം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശരീരഭാഗമാണ് പ്രവാചകന്റെ തിരുകേശം, മുടി. അതിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ഈ ചരിത്രത്തിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് പഠിക്കാം. കൂടുതൽ അതിന്റെ ഗവേഷകർ ഉളു എടുക്കുന്നു, അംഗസ്നാനം ചെയ്യുന്നു. അങ്ങനെ ഉളു എടുക്കുന്ന സന്ദർഭത്തിൽ കയ്യിൽ നിന്ന്, മുഖത്ത് നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ജലത്തുള്ളികൾക്ക് വേണ്ടി ഒരു പാരാവാരം അതിന്റെ പിറകിൽ നിന്ന് തിരക്ക് കൂട്ടി ആ വെള്ളം ശേഖരിക്കുന്നു. അങ്ങനെ ശേഖരിക്കുന്ന ഒരു കാഴ്ച കാണുന്ന ഒരു മലഞ്ചെരിവിലിരുന്ന് അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിൽ അംഗമല്ല. അബൂ സുഫിയാൻ ചോദിക്കുന്നു, എന്താണ് അവിടെ കാണുന്ന തിരക്ക്? അപ്പോ അബൂ സുഫിയാനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാ ആ കാണുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു എടുക്കുകയാണ്. ആ ഉളു എടുക്കുന്ന സമയത്ത് തെറിച്ചു പോകുന്ന വെള്ളത്തിനു വേണ്ടി അവർ തിരക്ക് കൂട്ടുകയാണ്. അതാണ് അബൂ സുഫിയാന്റെ കാഴ്ചപ്പുറത്ത് വരുന്നത്. അബൂ സുഫിയാനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും അവസാനത്തെ കാര്യമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം ഈ കഥയാണ്, ഈ ചരിത്രമാണ്, ഈ യാഥാർത്ഥ്യമാണ്. അവരെങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത് എന്ന് നിങ്ങൾ നോക്കൂ. മാതൃഭൂമിയുടെ ഒരു എഴുത്ത് അത് എത്രമാത്രം ലോകത്തെ വിശ്വാസികളെ മുറിപ്പെടുത്തും, വേദനിപ്പിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുകയും ക്ഷമാപൂർവം കാര്യങ്ങളെ നേരിടുന്നു എന്ന് ചോദിച്ചാൽ അതാണ് മുസ്ലിങ്ങളുടെ സഹിഷ്ണുതയുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. അസഹിഷ്ണുക്കളല്ല, അസഹിഷ്ണുത ഇസ്ലാമിൽ ഇല്ല. അപ്പോ അങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. ചോദ്യപേപ്പറിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുമ്പോൾ അങ്ങനെ ചോദ്യപേപ്പർ നിർമ്മിച്ചവന്റെ കൈവെട്ടുന്നവരുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാകുന്നു. ഇനി നിങ്ങൾ എന്താണ് വെട്ടാൻ പോകുന്നത് എന്നാണ് ചോദ്യം. ചോദ്യപേപ്പർ പോലെയല്ല പത്രം എന്നാൽ കുറച്ചുകൂടി വ്യാപ്തിയുണ്ട് അതിന്. അങ്ങനെയെങ്കിൽ ആരുടെ എന്ത് വെട്ടും? ഇങ്ങനെ വെട്ടുന്നവരുടെ മുമ്പിൽ ഏതു കാലത്തും വരാനിരിക്കുന്ന ചോദ്യമാണിത്. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നാണോ? അല്ല, എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നാണ്. എങ്ങനെയാണ് ഇസ്ലാം ഇത്തരം കാര്യങ്ങളോട് പെരുമാറാൻ പഠിപ്പിച്ചത്, പ്രതിരോധിക്കാൻ പഠിപ്പിച്ചത്, കടക്കാൻ പഠിപ്പിച്ചത്? ഇതാണ് ശരിയായ ഇസ്ലാം. ഈ ശരിയായ ഇസ്ലാമിനെയാണ്
ആ ഇസ്ലാം എവിടെയാണ് എന്നാണ് നമ്മൾ സൂക്ഷ്മമായി നോക്കേണ്ടത്, വൈകാരികമായ പ്രകടനങ്ങളല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നബിനിന്ദ നടത്തിയവരുടെ കൈവെട്ടിയവർ മാതൃഭൂമി പത്രത്തിന്റെ തലയെങ്കിലും വെട്ടിയിരുന്നുവെങ്കിൽ, മാതൃഭൂമി പത്രത്തിന്റെ തലയെങ്കിലും വെട്ടിയിരുന്നുവെങ്കിൽ അതിനാൽ കേരളത്തിന്റെ രംഗം എന്താവുമായിരുന്നു? ഇവിടുത്തെ രാഷ്ട്രീയമായ ചിത്രം എന്തായിരിക്കും? അതിന്റെ പ്രതിഫലനം, അതിന്റെ അനുരണനങ്ങൾ എവിടം വരെ എത്തും? ഒരു ആളിക്കത്തിക്കാൻ പറ്റുന്ന, അതിവേഗം ഒരു സ്ഫോടനം സൃഷ്ടിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലാണ് മാതൃഭൂമി കൈവച്ചത്. ലോകത്തെ വിശ്വാസികളുടെ മനസ്സുകളിൽ രാജകുമാരസ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിതങ്ങൾ അധിക്ഷേപിക്കുന്നത് ഒരു വിശ്വാസിയും സഹിക്കില്ല, നിസ്സംശയം. സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിതങ്ങൾ അധിക്ഷേപിക്കുന്നത് ഒരു വിശ്വാസിയും സഹിക്കില്ല, നിസ്സംശയം. പക്ഷേ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇതിന്റെ അകത്തുണ്ട്. അത് തിരിച്ചറിയാൻ മാത്രം കേരളത്തിലെ ജനങ്ങൾ, വിശേഷിച്ചും മുസ്ലിങ്ങൾ, പ്രബുദ്ധരാണ് എന്നത് നമ്മളെ സമാധാനിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിന്റെ ഒരു കാര്യം ഇതാണ്, എവിടെയാണ് ശരിയായ ഇസ്ലാം നമ്മളിവിടെ സൂക്ഷ്മമായിട്ട് കാണണം. നബിനിന്ദ വരുമ്പോ അതിനോടുള്ള ഏതു തരം പ്രതികരണമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? നബിനിന്ദ വരുമ്പോ, ഇസ്ലാമിനെ നിന്ദിക്കുമ്പോ, ഇസ്ലാമിനെതിരെയുള്ള അതിശക്തമായ പ്രചാരണങ്ങൾ നടത്തുമ്പോ എങ്ങനെയാണ് മുസ്ലിം സമൂഹം അതിനെ പ്രതികരിക്കേണ്ടത്? പ്രബോധകർ ആഴത്തിൽ ആലോചിക്കേണ്ടതാണ്. പ്രബോധകർ എന്ന് പറഞ്ഞാൽ അത് ചിലരിൽ മാത്രം നിക്ഷിപ്തമായ ഉത്തരവാദിത്വമല്ല, അതെല്ലാവരിലും നിക്ഷിപ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അറേബ്യയിലേക്ക് വന്നാൽ അവർ സർവ്വവും ഉപേക്ഷിച്ചു, ജീവൻ പോലും ഉപേക്ഷിച്ചു. ചില സന്ദർഭങ്ങളിൽ അവർ വറചട്ടിയെ പ്രാപിച്ചത് കാണാം. രക്ഷപ്പെടണോ? മാർഗമുണ്ട്. രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോവലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ ഇങ്ങനെ ജീവനോടെ ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇതാണ് നിങ്ങൾക്കും നേരിടാനുള്ളത്. ശരി, എങ്കിൽ ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ വറചട്ടിയെ പ്രാപിച്ച ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നു. വിശ്വാസത്തിന്റെ തീക്ഷ്ണത അവിടെയാണ്. ഇങ്ങനെ ജീവൻ പോലും സമർപ്പിച്ചവരെയാണ്, അവരെയാണ് പ്രബോധകർ എന്ന് നമ്മൾ വായിക്കുന്നത്. അത് അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സർവവും ഉപേക്ഷിച്ച് നാടും വീടും കുടുംബവും സ്വത്തും ബന്ധങ്ങളും എല്ലാം പറിച്ചു മാറ്റി. അതൊരു ഹൃദയവേദന. ആ ഹൃദയവേദന നിങ്ങളൊന്ന് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. അതിന്റെ ഒരു ചെറിയ സാമ്പിൾ പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവരോടൊപ്പം ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് അതിനേക്കാൾ ഏറ്റവും മനോഹരമായ ഒരു സംഭവം ഇല്ല ജീവിതത്തിൽ. അപ്പോ അവരെങ്ങനെയാണ് യാത്ര അയക്കുന്നത്? നബി തങ്ങൾ യാത്ര അയക്കുമ്പോൾ കുതിരപ്പുറത്ത് പിറകോട്ട് തിരിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ പിറകോട്ട് തിരിഞ്ഞിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ എന്റെ ദൃഷ്ടിമായുവോളം ഒരു നിഴലായെങ്കിലും എനിക്ക് കാണാലോ എന്നാണ് അതിന് പ്രതികരണം. അതെത്രമാത്രം വലിയ വേദന സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം. അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടി ലോകത്തുടനീളം നമ്മുടെ ചരിത്രത്തിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിച്ചതിന്റെ പിറകിൽ കാണുന്നത്. ഒരു സംശയം, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അറേബ്യയിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചക അനുയായികളിൽ മാത്രം നിക്ഷിപ്തമായതാണോ പ്രബോധനം എന്ന ദൗത്യം? അല്ല, നമ്മളിൽ എല്ലാവരിലും നിക്ഷിപ്തമായതാണ്. എങ്ങനെയാണ് ഈ കാലത്തെ പ്രബോധനം എന്നാണ് നമ്മുടെ മുമ്പിൽ വരുന്ന അടുത്ത ചോദ്യം. എങ്ങനെയായിരിക്കണം ഈ കാലത്തെ പ്രബോധനം? പ്രബോധനം എല്ലാവരുടെയും ബാധ്യതയാണ്, എല്ലാ വിശ്വാസികളുടെയും ബാധ്യതയാണ്. എന്താണ് പ്രബോധനം? പ്രബോധനം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇസ്ലാമിന്റെ പ്രചാരണം. എങ്ങനെ ഇസ്ലാമിന്റെ പ്രചാരണം? ആയുധം കൊണ്ട്, അങ്ങനെ ഒരു ആക്രമണത്തിലൂടെ, ഭീഷണിയിലൂടെ സാധിക്കേണ്ടതാണോ? ഇസ്ലാം ആയുധം ചൂണ്ടി അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ആണ് പ്രചരിച്ചത് എന്ന് പറയുന്നവരോട് നമ്മൾ മറുപടി പറയേണ്ടതില്ല. ചരിത്രം പറയും. അല്ലെങ്കിൽ തോമസ് കാർലൈൽ പോലെയുള്ളവർ അവർ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു വെക്കുന്നുണ്ട്. ആയുധം ചൂണ്ടിയിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരാൾ ആയുധം ചൂണ്ടി വന്നാൽ മക്കയിലെ മുഴുവൻ ശത്രുക്കളും സംഘടിച്ച സന്ദർഭത്തിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന് ജീവൻ ബാക്കിയായത്? മദീന എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് വ്യത്യസ്തമായ സംഘങ്ങൾ, ഇങ്ങനെ ചെറുതും വലുതുമായി വരുന്ന ഒരു സംഘത്തെ എങ്ങനെയാണ് മദീനയിൽ ഒരു ഭരണം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ, വ്യത്യസ്തമായ ഗോത്രശക്തികൾ നിലനിന്നിരുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് മദീനക്കാർ സ്വീകരിച്ചത്? ആയുധവുമായുള്ള ഒരു സംഘർഷം എവിടെയാണ് നമ്മൾ കാണുന്നത്? മദീനയിൽ എത്തിയതിനു ശേഷം എവിടെ വെച്ച് ആരുമായാണ് ആദ്യത്തെ സംഘർഷം നടന്നത്? ഇതൊക്കെ ചരിത്രത്തിലുണ്ട്, നമുക്കതിന് മറുപടി പറയേണ്ടതില്ല. അപ്പൊ ആയുധത്തിലൂടെയല്ല, പിന്നെ എങ്ങനെയാണ് ഇസ്ലാം പ്രചരിച്ചത്? അവിടെയാണ് നമ്മൾ ശരിയായി പഠിക്കേണ്ടത്. ഇസ്ലാമിക പ്രചാരണം എങ്ങനെയാണ് ലോകത്തുടനീളം നടന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം ജീവിതത്തിലൂടെ ആവിഷ്കരിച്ചു. നബിതങ്ങളുടെ ജീവിതമായിരുന്നു ഖുർആൻ. നബിതങ്ങളുടെ ജീവിതം ഖുർആനാണ്.
ഖുർആൻ എന്നാൽ മഹോന്നതമായ ഒരു ആശയമാണ്. ആ അള്ളാഹുവിന്റെ ആശയത്തെ ജീവിതത്തിലൂടെ പ്രയോഗിച്ച് കാണിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ജീവിതയോഗ്യമാണ്, ഇത് ഭൂമിയിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യർക്കും ജീവിതയോഗ്യമാണ് എന്ന് കാണിച്ചു കൊടുത്തു. അത് കണ്ടു, അനുഭവിച്ചു, അറിഞ്ഞു, ആസ്വദിച്ചു. അതിന്റെ രുചി അറിഞ്ഞപ്പോ, അതിന്റെ മനോഹാരിത ദൃശ്യമായപ്പോൾ സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. സ്വഹാബികൾ ഉടനീളം വന്നു. വന്നവരിൽ കഠിന ശത്രുക്കളുണ്ട്, തലയറുക്കാൻ വന്നവരുണ്ട്, തലയറുക്കാൻ വാള് കഴുത്തിൽ ചേർത്ത് വെച്ചവരുണ്ട്. അവരും നിമിഷാർദ്ധം കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആ വാൾ ഊർന്നു പോവുകയും അവർ തിരിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സത്യസാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അവിടെ അല്ലാഹുവിന്റെ റസൂൽ വീണുപോയ വാളെടുത്ത് ചൂണ്ടിയിട്ട് ഇനി നീ വിശ്വസിക്കാതെ തരവില്ല, അല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ ഈ തല ബാക്കിയുണ്ടാവില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല, അവരെ മോചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ബദറിൽ ബന്ദിയാക്കപ്പെടുന്നത് അബൂ